ചന്ദ്രമതി, ദേവിക ഉണ്ടോ ഇവിടെ? ദേവിക, ദേവിക! ചന്ദ്രമതി, ദേവിക അകത്തുണ്ട്. ദേവിക, ദേവിക! ചന്ദ്രമതി ഇരിക്ക്, അവളിപ്പോ വരും. അന്ന് ചന്ദ്രമതി ഇവിടുന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വന്നായിരുന്നു. അപ്പോഴാ സംഭവങ്ങളൊക്കെ അറിയുന്നത്. ആ തനൂജയെ അന്ന് നിങ്ങൾ കൂടെ കൊണ്ടുപോയല്ലേ? ദേവിക! ആന്റിയോ? ഞാനിത്തിരി ജോലിയിലായിരുന്നു. വിളിക്കുന്ന കേട്ടു. വേറെ ആരും ആണെന്ന് ആദ്യം കരുതിയേ. ആന്റി ആണെന്ന് വിചാരിച്ചില്ല. ആണോ? അതിരിക്കട്ടെ. ആദ്യം കൈതാ. എന്താ ആന്റി? കൈതാ. ഞാൻ ദേവികയൊന്ന് അഭിനന്ദിക്കാനാ ഓടിപ്പിടിച്ച് വന്നേ. കൈതാ മോളെ. അഭിനന്ദനങ്ങൾ. ഗുഡ്, വെരി ഗുഡ്. ദേവികയെ പോലൊരു മോളെ കിട്ടുക അതൊരു ഭാഗ്യം. വെറും ഭാഗ്യമല്ല, മഹാഭാഗ്യം. ദേവിക മിടിക്കല്ല, മിടുമിടിക്കുക. എന്താ ആന്റി? എനിക്ക് മനസ്സിലായില്ല. അതെ, ഞാനും ഒന്നും മനസ്സിലാവാതെ നിൽക്കുക. തനൂജ എന്ന ഭാരത്തിനെ ഈ വീട്ടിൽ നിന്ന് ചുമന്നു മാറ്റാൻ പുതിയൊരു മാർഗം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞയല്ലേ ദേവിക? അതിന് അഭിനന്ദനം കൊടുക്കണ്ടേ? തനൂജയെ ഞങ്ങളെ കൊണ്ട് ദത്തെടുപ്പിക്കുക. എങ്ങനെയുണ്ട് ഐഡിയ? അമ്മാവനെ രക്ഷിക്കാൻ മരുമോളുടെ ന്യൂജൻ വിദ്യ. ആന്റി എന്തായി പറയുന്നേ? ഞാൻ ആ രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല. എന്താ, നീ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലേ? പിന്നെങ്ങനെയാ നീ വന്നു പോയപ്പോ ബാലുവിന് മാറ്റങ്ങൾ സംഭവിച്ചേ? ഈശ്വര, എന്റെ ആന്റി, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പറയല്ലേ. ഞാൻ ഇന്നലെ വന്നിരുന്നത് തനുജയെ കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ്. നിങ്ങൾ ഇവിടെ വന്നപ്പോ ആന്റിയും അങ്കിളും അവളോട് ഇഷ്ടം കാണിച്ചു. അപ്പോ ആന്റിയോടും അങ്കിളിനോട് സംസാരിച്ച് അവളെ ഒന്ന് ശാന്തമാക്കാൻ പറ്റുമെന്ന് ചോദിക്കാനാ. കൂടുതലൊന്നും പറയണ്ട നീ. ഞാൻ ആ കുട്ടിയോട് സ്നേഹം കാണിച്ചു. ഇവിടുത്തെ കുട്ടിയാണല്ലോ എന്നുള്ള പരിഗണനയാ ഞാൻ കാണിച്ചേ. സിദ്ധാർത്ഥന്റെ മോളോട് അങ്ങനെ തന്നെ വേണമല്ലോ. ചന്ദ്രമതി, വാക്കുകൾ ആലോചിച്ചുപയോഗിക്കണം. ആലോചിച്ച് തന്നെയാ ഈ പറയുന്നേ. മാന്യമായ രീതിയിൽ സിദ്ധു ജീവിച്ചിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. സിദ്ധു മാന്യമായ രീതിയിൽ തന്നെയാ ജീവിക്കുന്നത്. അങ്ങനെ മാന്യത ഉള്ളത് കൊണ്ടാ ആ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ളത്. അമ്മേ, വേണ്ട. ഇവിടെ അതിനെ ചൊല്ലി സംസാരം വേണ്ട. അച്ഛൻ വരട്ടെ. ആന്റി, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. സിദ്ധുവിനെ കാണാൻ തന്നെയാ ഞാൻ വന്നത്. സിദ്ധുവിന്റെ സൗഹൃദം കാരണമാണല്ലോ ഞങ്ങളിപ്പോ ഈ ഗതിയിലായത്. ഇനി പറഞ്ഞാ മതി ബലരാമന്റെ ഭാര്യ ഇവിടെ വന്ന് പോയെന്ന്. ദേ, ഇനി മേലിൽ ഇമ്മാതിരി പണിയുമായിട്ട് എന്റെ വീട്ടിലേക്ക് വന്നാ. ചന്ദ്രമതി, ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.